ഹലോ ഫാം, നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കരുത്. കാരണം ട്രൈ ചെയ്ത് എനിക്കൊരു പണി തന്ന ഫേസ് പാക്കാണ്. എന്താ വെച്ചാൽ എൻ്റെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റാനും ഡാർക്ക് സർക്കിൾസ് മാറ്റാനും ആക്നെയൊക്കെ റെഡ്യൂസ് ചെയ്യാനും റിങ്കിൾസൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഇത്. പിന്നെ ഇതാ ഞാനിവിടെ കാണിക്കുന്നത് ലൈവ് റിസൾട്ടാണ്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് തന്നെ കാണാം കേട്ടോ. ഭയങ്കര സ്മൂത്ത് ആക്കാനും ഗ്ലോ ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്താലാണ് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഗ്ലോയും ബ്രൈറ്റും ഭയങ്കര സ്മൂത്ത് ആക്കുന്ന റിസൾട്ടൊക്കെ കിട്ടും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക, ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് വേണ്ടത് ഇതാ പൊട്ടാറ്റോ ആണ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് മിക്സിയിലിട്ട് ഒരു അടി കൊടുക്കുക കേട്ടോ. സ്കിന്ന് ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനും ഡൾനെസ്സൊക്കെ മാറാനും ഈ ഒരു പൊട്ടാറ്റോ അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇങ്ങനെ തരിയായിട്ട് വരണം കേട്ടോ. ഇങ്ങനെ കട്ടകളൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ മാറ്റണം. പിന്നെ നമ്മുടെ കൊറിയൻകാരുടെ ഫേവറേറ്റ് ആയ അരിപ്പൊടി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു നല്ല സ്ക്രബ്ബറും ആണ്. പിന്നെ ആൻറ്റി ഏജിങ്ങും റിങ്കിൾസൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൊറിയൻകാർക്ക് ഇവനില്ലാതെ ഉറങ്ങാൻ പറ്റില്ല. എന്താണെന്നറിയോ, പോർസ് റെഡ്യൂസ് ചെയ്യാനും ഫേസ് ഭയങ്കര ക്ലിയർ ആയിട്ട് പിമ്പിൾ ഫ്രീ ആക്കാനും ലെവൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അടുത്തത് നമുക്ക് വേണ്ടത് ഹണിയാണ്. തേൻ. അപ്പോൾ തേന് ഞാനിവിടെ കമിഴ്ത്തി കൊടുക്കുകയാണ്. കാരണം എൻ്റെ കയ്യിൽ തേഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. ഫേസിലെ ഡാർക്ക് സ്പോട്ട്സൊക്കെ ഫെയ്ഡ് ആവാനും സ്കിന്ന് ഹെൽത്തി ആക്കി വെക്കാനും ഈ ഒരു ഹണി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ആക്നി പ്രോൺ സ്കിന്നാണ്, ഓയിലി സ്കിന്നാണെന്ന് വെച്ചാൽ ഒന്നും നോക്കണ്ട, ഇത് ഉപയോഗിച്ചാൽ മതി, എന്തായാലും റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടൊമാറ്റോ ആണ്. ടൊമാറ്റോ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. ഇവഞ്ഞാൾ കൊള്ളാട്ടോ. വൈറ്റമിൻ സിയും ഇയും ഉള്ളത് കൊണ്ട് നമ്മളുടെ സ്കിന്ന് ബ്രൈറ്റ് ആക്കാനും ഹെൽത്തി ആക്കാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ റെഡ്യൂസ് ചെയ്യാനും സൺ ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞൊടിയിടയിൽ ഇവൻ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ബാക്കി വരുന്ന ഈ തക്കാളി ഉണ്ടല്ലോ, ജ്യൂസസൊക്കെ എടുത്തിട്ട് അതിൻ്റെ ചണ്ടി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കാം കേട്ടോ. ഇല്ലയെന്ന് വെച്ചാൽ ഫേസിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്കിപ്പോൾ തോന്നും എന്തിനാടാ ഇവളിങ്ങനെ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വീഡിയോ ഭയങ്കര ലാഗായിട്ടുണ്ടെന്ന്. ഓരോ ഐറ്റംസിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഇടുകയെന്ന് വെച്ചാൽ ഈ എല്ലാ ഐറ്റംസും വേണം, ഒന്നും സ്കിപ്പ് ചെയ്യരുത്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, ഫേസ് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ അടിയിൽ കൂടെ ഒരു ഈച്ച പറന്നുപോയി, ഞാൻ പേടിച്ചു തേനീച്ചയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതല്ല. പിന്നെ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യൂ, ഫേസിൽ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കൂ. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പാക്കാണ്ട് കാണണം. എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയണം. ഈ ഫേസ് പാക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. വെളുത്തിട്ട് പാറോ ചോദിച്ചാൽ വെളുത്തിട്ട് പാറില്ല. പക്ഷെ നമ്മുടെ ഫേസ് ക്ലിയർ ആക്കാനും ഗ്ലോ ആക്കാനും ബ്രൈറ്റ് ആക്കാനും റിങ്കിൾസ് റെഡ്യൂസ് ചെയ്യാനും ഡാർക്ക് സർക്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പക്ഷെ അത് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യണം. 2 മാസം നമ്മളിത് തുടർച്ചയായി യൂസ് ചെയ്തു എന്ന് വെച്ചാൽ ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും. കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. സൺ ടാനൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ റിമൂവ് ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തൊരു 15 മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അധികം ഡ്രൈ ആവരുത്, അതുവരെ വെക്കണം. ഡ്രൈ ആയിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം വെച്ച് തുടച്ചാലും മതി. എന്നാൽ പിന്നെ നമുക്ക് ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കണ്ടാലോ. ഞാൻ ഇവിടെ ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇതെന്താടാ വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ, ഫസ്റ്റുള്ള ഫേസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, വെളുത്തിട്ട് പാറിയിട്ടൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ ഇതിൻ്റെ ഒരു എഫക്റ്റ് അറിയണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് തന്നെ നോക്കണം. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ, വെളുത്തിട്ട് പാറൊന്നുമില്ല കേട്ടോ. നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പം ഞാൻ മൊത്തത്തിലൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പം കഴുകിയിട്ട് വന്നിട്ടുള്ള ഫൈനൽ ലുക്കാണ് ഈ ഒരു ലുക്ക് കേട്ടോ. ഞാനിങ്ങനെ തൊട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, അതാണ് ഞാൻ തൊട്ട് കാണിക്കുന്നത്. ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു ഫേസ് പാക്ക് ഇട്ടാലും അത് കഴിഞ്ഞ ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഞാനിവിടെ ഡോട്ട് ആൻഡ് ഗീൻ്റെ പ്രൊബയോട്ടിക് ജെല്ലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം, ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ലിപ് ബാം ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഡോട്ട് ആൻഡ് ഗീൻ്റെ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ലിപ് ബാം അടിപൊളിയാണ്.
ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ഞാനൊക്കെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കര കറുപ്പുണ്ടായിരുന്നു. അതിപ്പോൾ ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഡെയിലി ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു റെഡ് പിങ്ക് കളറാവും കേട്ടോ. പിങ്ക് കളറാണ്, സോറി റെഡ് അല്ല, പിങ്കാണ്. അറ്റ് ലാസ്റ്റ് എൻ്റെ പൊന്നെ ഒരു ഫ്രഷ് ലുക്ക് തന്നു കേട്ടോ. സമാധാനമായി, നമ്മുടെ ഫേസ് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നില്ലേ, അതുപോലെ ആയിട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ.